എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ നെക്കിനും സ്ലീവിനുമാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. അതിനുവേണ്ടി നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു ഡിസൈന് പേപ്പർ കോപ്പി ആപ്പ് ഉപയോഗിച്ച് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 ഫ്ലവറാണ് ഞാൻ ട്രേസ് ചെയ്തത്. ആ ട്രേസ് ചെയ്ത പേപ്പർ വെച്ചിട്ട് ഈ ക്രോപ്പ് ടോപ്പിൻ്റെ ബാക്ക് ഡിസൈന് ഞാനിപ്പോൾ വരച്ചെടുക്കുന്നുണ്ട്. ആ 2 ആപ്പുകൾ ഉപയോഗിച്ച് ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി, നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഞാനിപ്പോൾ ചെറിയ പേപ്പറാണ്, ഇതിപ്പോൾ പെട്ടെന്ന് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ പേപ്പറിൽ ട്രേസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ചെറിയ ഫ്ലവറിൻ്റെ ഡിസൈൻ കിട്ടിയാലും മതി, അത് വെച്ചിട്ട് നമുക്ക് ഫുള്ള് നെക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ അത് 3 ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതേ ഡിസൈനിന് തന്നെ താഴോട്ട് വെച്ചിട്ട് അതിന് മുകളിൽ വരച്ചെടുത്താൽ മതി. ഞാനിവിടെ നോർമൽ ബാൾ പെന്ന് ഉപയോഗിച്ചാണ് ട്രേസ് ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ട്രേസിങ് പേപ്പർ ഞാൻ പിന്നെ യൂസ് ചെയ്യില്ല. ഇപ്പോൾ പെട്ടെന്ന് ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ആ ബാക്ക് നെക്കിന് ചെയ്ത പോലെ തന്നെ അതേ പേപ്പർ ഉപയോഗിച്ച് ഞാനിവിടെ ഫ്രണ്ട് നെക്കിനും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ അവിടെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ അത് ലീഫ് സ്റ്റിച്ചാണ്. 4-5 ലീഫ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരും. ഈ ലീഫ് സ്റ്റിച്ചൊക്കെ എങ്ങനെ ഇടുന്നതെന്നുള്ള ക്ലാസ്സസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ പോയി കണ്ടാൽ മതി. ആ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു 3 ബട്ടൺ സ്റ്റിച്ച് ഇട്ട് ചെറിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ കളറിലുള്ള ത്രെഡ് ഇട്ട് ചെയ്യേണ്ട എല്ലാ ഡിസൈനുകളും ആദ്യം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ത്രെഡ് മാറ്റുന്നത്. 2 സൈഡും ഫ്ലവർ ചെയ്തു. ഇപ്പോൾ കോപ്പർ ജരി ത്രെഡ് ഉപയോഗിച്ച് ലീഫ് ഇടുന്നുണ്ട്. ഇത് സാരിയും കൊണ്ട് ചെയ്ത ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ്. അതിന് ആ സാരിയുടെ ബോർഡർ കോപ്പർ കളറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോപ്പർ ജരി ത്രെഡ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കുറച്ച് ഈ ലീഫ് സ്റ്റിച്ച് പഠിച്ചെടുത്താൽ തന്നെ അത് ഉപയോഗിച്ച് ഒരുപാട് ഡിസൈനുകൾ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ലീഫ് സ്റ്റിച്ച് അല്ലാതെ ഞാൻ വേറെ ഒരു ബട്ടൺ സ്റ്റിച്ച് ഇടുന്നുണ്ട്, ലീഫ് സ്റ്റിച്ച് ഇടുന്നുണ്ട്. അതല്ലാതെ ഞാൻ വേറെ ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ആ ഫ്ലവറിൻ്റെ നടുക്ക് ഓരോരോ ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ നടുക്കും പിന്നെ ആ 3 ചെറിയ ബട്ടൺ സ്റ്റിച്ച് ഇട്ടില്ലേ അതിൻ്റെ നടുക്കുമാണ് കുഞ്ഞു കുഞ്ഞു ബട്ടൺ സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 2 വശത്തും അതുപോലെ തന്നെ ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡുകൾ ബാക്കി അവിടെ മേലെ കാണുന്ന ത്രെഡുകളൊക്കെ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് 2 ഫ്ലവറിൻ്റെ നടുക്ക് ഞാൻ ചെറിയൊരു ഫ്ലവർ ചെയ്യുന്നുണ്ട്. അത് 5 ബട്ടൺ സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത്. ചുറ്റും 5 ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞ് 5 ഫ്ലവർ ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരും. അത് കഴിഞ്ഞ് നെക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു സാറ്റിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. 2 നമ്പറിൽ വെച്ചിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് ഇടുന്നത്. ഇപ്പം ഞാൻ ആ 5 ബട്ടൺ സ്റ്റിച്ച് ചുറ്റും ഇട്ടില്ലേ അതിൻ്റെ നടുക്ക് കൂടെ ചെറിയൊരു ബട്ടൺ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരും.
അത് കഴിഞ്ഞ് അവിടെ നടുക്ക് രണ്ട് അപ്പുറം ഇപ്പുറം ഡിസൈന് പോകുന്നതിൻ്റെ നടുക്ക് ഒരു ഗ്യാപ്പ് വന്നത് കൊണ്ട് അവിടെ ഒരു ഫ്ലവറും കൂടി ഇടുന്നുണ്ട് ഞാൻ. അത് ചെറിയ ഫ്ലവർ കട്ട് ചെയ്തിട്ട് ട്രേസ് ചെയ്തു. അത് കഴിഞ്ഞ് ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഫ്ലവർ കഴിഞ്ഞു. ഇനി ലീഫാണ്. ലീഫും ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഫുള്ള് ഡിസൈന് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഉള്ള പിക്ക് ഇതാണ്. ഇങ്ങനെയാണ്. ബാക്ക് ഇങ്ങനെ വരും. സ്ലീവിനും അതേ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഇങ്ങനെ. ഞാനിത് താഴെ ഹെമ്മിങ് ഒക്കെ ചെയ്ത് തേച്ചിട്ട് ഫിനിഷിങ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഫിനിഷിങ് ചെയ്തിട്ടുള്ള പിക്ക് എടുത്തിട്ടില്ല. ഇത് ആദ്യം എടുത്ത പിക്കാണ്. താങ്ക് യു.